അന്താരാഷ്ട്ര രാഷ്ട്രീയ ഭൂപടത്തെ വീണ്ടും യുദ്ധഭീതിയുടെ നിഴലിലാക്കിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ പുതിയ ഗൂഢാലോചന നടത്തുന്നതായി ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. താൻ ഇറാന്റെ വധഭീഷണിയുള്ളവരുടെ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമതാണെന്ന് ട്രംപ് തന്നെ വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് വരാനിരിക്കുന്ന വലിയൊരാപത്തിനെക്കുറിച്ചുള്ള വ്യക്തമായ മുന്നറിയിപ്പ് ഇസ്രായേൽ ഇന്റലിജൻസ് വാഷിംഗ്ടണിന് കൈമാറിയിരിക്കുന്നത്. ലോക മാധ്യമങ്ങളായ ദി വാൾ സ്ട്രീറ്റ് ജേണലും CNN-ഉം പുറത്തുവിട്ട ഈ രഹസ്യാന്വേഷണ വിവരം മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സംഘർഷാവസ്ഥയെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്യുന്നത്. വെറുമൊരു സാധാരണ ഭീഷണി എന്നതിനപ്പുറം അത്യന്തം അപകടകരമായ ഒരു പ്രത്യേക വധശ്രമ പദ്ധതിയിലേക്കാണ് ഇത്തവണ ഇസ്രായേൽ വിരൽ ചൂണ്ടുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ പുതിയ സൈനിക നീക്കങ്ങളും US ഇറാൻ നേർക്കുനേർ പോരാട്ടങ്ങളും തുടരുന്ന ഈ പശ്ചാത്തലത്തിൽ ഈ മുന്നറിയിപ്പ് ആഗോളതലത്തിൽ വലിയ നയതന്ത്ര ചലനങ്ങൾക്കാണ് കാരണമായിരിക്കുന്നത്. ട്രംപിനെതിരെയുള്ള ഇറാന്റെ ഭീഷണികളെക്കുറിച്ച് അമേരിക്കൻ ഏജൻസികൾക്ക് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നിരന്തരം വിവരങ്ങൾ ലഭിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഇസ്രായേൽ നൽകിയ പുതിയ റിപ്പോർട്ട് ഏറെ നിർണായകമാണ്. കൃത്യമായ ഒരു പദ്ധതിയെ അടിസ്ഥാനമാക്കിയാണ് ഈ പുതിയ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തുർക്കിയിലെ അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്ക് ശേഷം ട്രംപ് മടങ്ങുമ്പോൾ സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി വിമാനങ്ങളിൽ വരുത്തിയ പെട്ടെന്നുള്ള മാറ്റം ഈ ഭീഷണിയുടെ തീവ്രത വ്യക്തമാക്കുന്നതാണ്. വിദേശയാത്രയ്ക്കായി സാധാരണ ഉപയോഗിക്കാറുള്ള ആധുനിക ജെറ്റ് വിമാനം സുരക്ഷാ കാരണങ്ങളാൽ മാറ്റിവെച്ച് US രഹസ്യാന്വേഷണ വിഭാഗമായ സീക്രട്ട് സർവീസിന്റെ നിർദ്ദേശപ്രകാരം പഴയ എയർഫോഴ്സ് 1 വിമാനത്തിലാണ് ട്രംപ് യാത്ര ചെയ്തത്. US ഏജൻസികൾ ഇതേക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും തനിക്കെതിരെയുള്ള ഭീഷണി അതീവ ഗുരുതരമാണെന്ന് അങ്കാറയിൽ വെച്ച് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ട്രംപ് തന്നെ തുറന്നു പറഞ്ഞിരുന്നു. ഇറാന്റെ എല്ലാ ലിസ്റ്റുകളിലും താനുണ്ടെന്നും ഈ ക്രൂരമായ നീക്കങ്ങളെ തുടക്കത്തിൽ തന്നെ വെട്ടി മാറ്റേണ്ടതുണ്ടെന്നുമാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഇറാനിൽ ട്രംപിനോടുള്ള ശത്രുതയ്ക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ഇറാന്റെ പ്രമുഖ സൈനിക കമാൻഡറായിരുന്ന ഖാസിം സുലൈമാനിയെ അമേരിക്ക ഡ്രോൺ ആക്രമണത്തിലൂടെ വധിച്ചത് മുതലാണ് ഈ പക ആളിക്കത്താൻ തുടങ്ങിയത്. ഇതിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പലതവണ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. ഇതിനിടയിലാണ് ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെടുന്നതും അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കുന്നതും. ഖമനേയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത 10,000-കണക്കിന് ജനങ്ങൾ ട്രംപിന് മരണമെന്ന് മുദ്രാവാക്യം വിളിക്കുകയും തങ്ങൾ ട്രംപിനെ കൊല്ലും എന്നെഴുതിയ വലിയ ബാനറുകൾ ഉയർത്തുകയും ചെയ്തിരുന്നു. ഈ വൈകാരികവും രാഷ്ട്രീയവുമായ പശ്ചാത്തലമാണ് ട്രംപിനെ വധിക്കാനുള്ള ഇറാന്റെ പുതിയ നീക്കങ്ങൾക്ക് പിന്നിലെന്നാണ് സുരക്ഷാ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇറാനിൽ നിന്നുള്ള ഈ വധഭീഷണി ഒരു വശത്ത് നിലനിൽക്കുമ്പോൾ തന്നെ ഇറാൻ സംഘർഷം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ കൂടുതൽ ശക്തമാക്കണമെന്നും ദീർഘകാല യുദ്ധലക്ഷ്യങ്ങൾ കൈവരിക്കാൻ നിരന്തരമായ ആക്രമണങ്ങൾ വേണമെന്നുമാണ് നെതന്യാഹുവിന്റെ പക്ഷം. എന്നാൽ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം ആഗോള സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കുമെന്ന് ഭയപ്പെടുന്ന ട്രംപ് നയതന്ത്രപരമായ ചർച്ചകളിലൂടെയും താൽക്കാലിക വെടിനിർത്തലുകളിലൂടെയും സംഘർഷം ലഘൂകരിക്കണമെന്നാണ് താൽപര്യപ്പെടുന്നത്. ഇതിനിടയിൽ കഴിഞ്ഞ മാസം ഉണ്ടാക്കിയ താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും ഒരാണവ കരാറിൽ എത്തുന്നതിനുള്ള നയതന്ത്ര നീക്കങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ പശ്ചാത്തലത്തിൽ സജീവമായി നടത്തുന്നുണ്ട്. ഇസ്രായേൽ നൽകിയ ഈ പുതിയ വിവരങ്ങൾ ട്രംപിനെ സ്വാധീനിച്ച് ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾ ശക്തമാക്കാൻ വേണ്ടിയാണോ എന്ന സംശയവും ചില US ഉദ്യോഗസ്ഥർ പ്രകടിപ്പിക്കുന്നുണ്ട്. തന്ത്രപരമായ ഇത്തരം ഭിന്നതകൾ നിലനിൽക്കുമ്പോഴും ഇരു നേതാക്കളും തമ്മിൽ ഫോണിൽ സംസാരിക്കുകയും ഗൾഫ് മേഖലയിലെ സുരക്ഷാ കാര്യങ്ങളിൽ ഏകോപനം തുടരാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗൾഫ് മേഖലയിൽ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന പുതിയ ആക്രമണങ്ങളും തിരിച്ച് അമേരിക്ക നടത്തുന്ന പ്രത്യാക്രമണങ്ങളും ഈ വധശ്രമ റിപ്പോർട്ടുകളുമായി ചേർത്ത് വായിക്കേണ്ടതാണ്. ഒരു വശത്ത് യുദ്ധസമാനമായ സാഹചര്യവും മറുപുറത്ത് രഹസ്യമായ നയതന്ത്ര ചർച്ചകളും നടക്കുന്ന ഈ വേളയിൽ US പ്രസിഡന്റിന്റെ സുരക്ഷ എന്നത് കേവലം ഒരു വ്യക്തിയുടെ സംരക്ഷണമല്ല, മറിച്ച് ആഗോള സമാധാനത്തിന്റെ തന്നെ നിലനിൽപ്പിനെ ബാധിക്കുന്ന നിർണായക ഘടകമായി മാറിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.